ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റു പ്രതികൾ 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയതെങ്കിൽ തന്ത്രിയുടെ കാര്യത്തിൽ 41-ാം ദിവസം ആദ്യ വിചാരണ കോടതിയിൽ തന്നെ ജാമ്യം ലഭിച്ച് പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വിശേഷിപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാകും? ഇവിടെ നമ്മൾ ഈ കേസിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് ആ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതി ചില പരാമർശങ്ങൾ ആ വിധിന്യായത്തിനകത്ത്, ആ ജാമ്യ ഉത്തരവിനകത്ത് എഴുതി ചേർത്തിരുന്നു. അത് വന്നപാടെ അദ്ദേഹം പൂർണ്ണമായും ഈ കേസിൽ നിരപരാധിയാണ്, അദ്ദേഹത്തിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല, അദ്ദേഹത്തെ പ്രതികാര ബുദ്ധിയോടുകൂടി സർക്കാരും അതുപോലെ തന്നെ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അദ്ദേഹത്തെ പഴയ ചില കാര്യങ്ങളിലെ പ്രതികാര വാഞ്ചയോടുകൂടി സമീപിച്ച് അദ്ദേഹത്തെ, ഇന്നസെന്റായ അദ്ദേഹത്തെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയായിരുന്നു എന്ന രൂപത്തിലാണ് ഇവിടെ ഒരു തരത്തിൽ ഇടതുപക്ഷത്തെ എല്ലാ രൂപത്തിലും ആക്രമിക്കുന്ന ആളുകൾ ഒരേ തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു വാദഗതി. നമ്മൾ ഈ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതിന്റെ ആദ്യം മുതൽ ഞാൻ പറഞ്ഞ് വിലപ്പെട്ട സമയം അപകരിക്കുന്നില്ല. ഈ കേസ് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ നാൾ വഴി എന്നുള്ളതിനെ സംബന്ധിച്ചറിയാം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആരാണ് നേതൃത്വം നൽകുന്നത്, അതിനകത്ത് ആരൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പോലും കൃത്യമായ നിലപാടെടുത്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. കേസിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് അതിന്റെ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് നടന്നിട്ടുള്ളത്. അതിൽ തന്നെ ആരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഈ കേസ് ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിശോധിക്കുകയാണ്. പരിശോധിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചുമാണ്. സർക്കാർ ഇതിനകത്ത് യാതൊരുവിധ റോളും, അതിനകത്ത് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ പോയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കാമോ ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ കേസിൽ സർക്കാരിനെയും പാർട്ടിയെയും വലിച്ചിഴക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇന്ന് പാർട്ടി സെക്രട്ടറി അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോ തന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം കുറ്റക്കാരനാണോ, അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യത്തിൽ ഏത് വിധത്തിലുള്ള പങ്കാളിത്തമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തട്ടെ, കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, അതിനെ സംബന്ധിച്ച് അവിടെ വാദപ്രതിവാദം നടക്കട്ടെ, അന്തിമമായി അദ്ദേഹം കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്ന് കണ്ട് കോടതി വെറുതെ വിടുകയോ അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ചെയ്യട്ടെ. അത് കോടതിക്കും നിയമത്തിനും നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇന്നലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന മുൻ ഗോവ ഗവർണർ കൂടിയായിട്ടുള്ള സുരേഷ് കുമാർ, ഞാൻ താങ്കളോട് ഇടപെടുന്നതിലൊന്ന് ക്ഷമിക്കുക. താങ്കൾ തന്നെ പറഞ്ഞു ഇതൊക്കെ കോടതി നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അല്പം കൂടി പ്രസക്തി ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇന്നലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അദ്ദേഹം ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവിടെ ശബരിമല യുവതീ പ്രവേശന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടായ സന്ദർഭത്തിൽ നടയടച്ചിടാൻ ഉപദേശം കൊടുത്തത് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റിൽ പ്രശ്നമല്ല. പക്ഷേ അതേ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം BJPയുടെ ഉന്നതാധികാര സമിതിയുടെ യോഗം ചേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, ആ സുവർണാവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതായത് ഈ വിഷയത്തെ മുൻനിർത്തി കേരളത്തെ ഒരു കലാപ കലുഷിത അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടി ചില നിഗൂഢ ശക്തികൾ ശ്രമിച്ചു എന്നുള്ളത് അതേ സമയത്ത് തന്നെ പുറത്തു വന്ന കാര്യമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തന്നെ വളച്ചൊടിച്ചു പറഞ്ഞു, അതൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നൽകിയ ഉപദേശമാണ്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം എന്താണ്? ഈ സുവർണാവസര പ്രയോജനപ്പെടുത്താനുള്ള ആഹ്വാനം എന്തിനു വേണ്ടിയായിരുന്നു? അത് അഭിഭാഷകൻ എന്നുള്ള നിലയിലല്ലായിരുന്നല്ലോ. അത് വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു BJP നേതാവിന്റെ അങ്ങേയറ്റത്തെ ഗൂഢപരമായിട്ടുള്ള ഇടപെടലാണ്. ഈ ഇടപെടലിൽ അദ്ദേഹവും ഇവിടെ ബഹുമാന്യനായ തന്ത്രിയും പങ്കാളിയായിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള മുന്നോട്ട് വച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനം. അതല്ല എങ്കിൽ ഞാൻ ഇതിൽ പങ്കാളിയല്ല, ഈ രാഷ്ട്രീയമായ കളികളിൽ ഞാൻ പങ്കാളിയല്ല എന്ന് പറയാൻ ബഹുമാനപ്പെട്ട തന്ത്രി മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് തയ്യാറാകണം. തന്നെ രാഷ്ട്രീയമായി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികാര ബുദ്ധിയോടുകൂടി സർക്കാർ സുരേഷ് കുമാർ, അത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ്.
ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ തന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. രാഷ്ട്രീയമായി അതിന് മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങളെ സംബന്ധിച്ചുണ്ട്, അത് പറയുക. അതല്ലല്ലോ എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുമ്പോൾ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുന്ന ഒരാളെ പെരുങ്കള്ളനാണ് എന്ന് പറയണമെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും വിവരം CPM സംസ്ഥാന സെക്രട്ടറിക്കുണ്ടോ? കോടതി പറഞ്ഞത് തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുത്ത പ്രതിയെ പെരുങ്കള്ളൻ എന്ന് വിളിക്കാൻ. ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ നടത്തിയിട്ടുള്ള ഈ നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ ഓരം ചേർന്ന് നിന്ന് അവിടെ ഒരു രാഷ്ട്രീയ ഹിഡൻ അജണ്ട സ്ഥാപിക്കുന്നതിന് വേണ്ടി തന്ത്രിക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന പ്രീവിയസ് ഹിസ്റ്ററിയുടെ പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കള്ളന്റെ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെടുന്നത്. ശ്രീ സുരേഷ് കുമാർ, ഇതേ SIT കണ്ടെത്തിയ പ്രതികളാണല്ലോ മറ്റുള്ളവർ. അതിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുണ്ട്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റുമാരുണ്ട്. ഇവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടില്ല. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കുറ്റപത്രം വന്നതിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്നതാണ്. അപ്പോൾ SITയുടെ ഈ കണ്ടെത്തലുകളൊന്നും അവർക്ക് ബാധകമല്ല, പക്ഷേ തന്ത്രിക്ക് ബാധകമാണ്. അതാണോ CPMന്റെ ന്യായം? വളരെ കൃത്യമായി തന്നെ അവരെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളാരും കേൾക്കാതെ പോയതല്ല, നമ്മളെല്ലാവരും പല കുറി കേട്ടതാണ്. നമ്മൾ അതിനെ ആ അഭിപ്രായങ്ങളെ വെച്ച് തന്നെ പല ചർച്ചകളും നടത്തിയിട്ടുള്ളതാണ്. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ല. അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വാചകം കടമെടുത്ത് പറയുകയാണ്. ഇവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി പുറത്തു വരട്ടെ, അന്തിമ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കട്ടെ. അതിനകത്ത് ഇവർക്കുണ്ടായിട്ടുള്ളത് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അവർ വഹിച്ചിരുന്ന ചുമതലയുടെ ഭാഗമായി വന്നിട്ടുള്ള നെഗ്ലിജൻസ് ആണോ, അല്ല കോൺസ്പിറസിയിൽ പങ്കാളികളായിട്ടുണ്ടോ, അതിനപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുതകൾ പുറത്തു വരട്ടെ. അതിനനുസരിച്ചായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ നടപടിക്രമം എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി. ശിക്ഷാ നടപടിക്രമം, ശിക്ഷയുടെ തോത് എത്ര വേണമെന്ന് അറിയാൻ വേണ്ടി നടപടി കാക്കുന്നു. പക്ഷെ അവർ കുറ്റക്കാരാണ് എന്ന കാര്യത്തിൽ അപ്പോൾ സംശയമില്ല. അല്ല, കുറ്റപത്രം വന്നിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ നിങ്ങൾ ക്ലബ് ചെയ്ത് ചോദിക്കുമ്പോൾ ഇവിടെ അദ്ദേഹം നേരത്തെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ അസ്വാഭാവികതയുണ്ട്, ചില കോൺസ്പിറസികൾ അദ്ദേഹവും പങ്കാളിയായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിക്കും യുവതീ പ്രവേശനത്തിനെതിരെയുള്ള നിലപാട് തന്നെയായിരുന്നു അദ്ദേഹവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.